രാവിലെ ആദ്യം ഉണർന്നത് പ്രിയയായിരുന്നു. അവൾ എണീറ്റ് ഫ്രഷായി ഹാളിലേക്ക് വന്നു. അപ്പോഴുണ്ട് ഹാളിലെ സോഫയിൽ കിടക്കുന്ന റാം. അവനെ അവിടെ കണ്ടതും അവളൊന്ന് ഞെട്ടി. ഇവിടെയായിരുന്നോ കിടന്നത്? അവൾ അതോർത്ത് താഴേക്കിറങ്ങി. അടുക്കളയിലേക്ക് പോയി 2 കപ്പ് കോഫി ഉണ്ടാക്കി കുറച്ചു സമയം അവിടെ ഇരുന്ന് പ്രിയ അവളുടെ കോഫി കുടിച്ചു കഴിഞ്ഞതും അവനുള്ള കോഫിയും എടുത്ത് മുകളിലേക്ക് കയറി. അവിടെ ചെന്നപ്പോൾ അവനെ കാണാനില്ല. ഇയാളിത് എവിടെ പോയി? അതുമോർത്ത് അവിടെ ചുറ്റും നോക്കി. അപ്പോഴുണ്ട് ഹാളിൽ നിന്നുള്ള ബാൽക്കണിയിൽ നിന്നും എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. അവൾ പതിയെ അവിടേക്ക് ചുവടുകൾ വെച്ചു. അപ്പോണ്ട് നമ്മുടെ ചെക്കൻ അവിടെ തന്നെ സെറ്റ് ചെയ്ത ഒരു പ്ലേസിൽ ഭയങ്കര എക്സസൈസാണ്. അവൻ്റെ പുഷപ്പ് കണ്ട് അവൾ വാ തുറന്ന് നിന്നുപോയി. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവൻ്റെ ജിം ബോഡി കാണാൻ. അവനൊരു സ്ലീവ്ലെസ് ബനിയനും ഷോർട്സുമായിരുന്നു ഇട്ടിരുന്നത്. ഇങ്ങേരുത് എപ്പോഴും ഇതുപോലുള്ള ഡ്രസ്സ് മാത്രമാണോ ഇടാറുള്ളത്? മനുഷ്യനെ വഴിതെറ്റിക്കാൻ. അതുമോർത്ത് അവൻ്റെ കോഫി കപ്പ് അവിടെയുള്ള ടീപ്പോയിൽ വെച്ചു. പെട്ടെന്ന് അവൻ തൻ്റെ മുന്നിൽ ഒരു നിഴലനക്കം കണ്ട് തല ഉയർത്തി നോക്കിയതും അപ്പോഴുണ്ട് കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുന്നു അവൾ. അവൻ്റെ ചൊടിയിൽ കുസൃതി ചിരി വിരിഞ്ഞു. അവൻ ആ ചിരിയോടെ അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കിയതും അവളൊന്ന് ഞെട്ടി അവനിൽ നിന്നും നോട്ടം മാറ്റി. എന്താണ്? അവൻ എഴുന്നേറ്റ് അവളോട് ചോദിച്ചു. അത് കോഫി തരാൻ വന്നതാണ്, മടിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ഓഹോ, എനിക്ക് കോഫിയൊക്കെ തരാൻ നീ എൻ്റെ ഭാര്യയാണോ? കുറച്ച് ഗൗരവത്തോടെയാണ് അവനത് ചോദിച്ചത്. അവൻ്റെ ചോദ്യം അവളിൽ പേടി നിറച്ചു. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. നീ കൊണ്ടുവന്നതല്ലേ, ഇങ്ങോട്ട് താ. അവൻ്റെ അരികിലേക്ക് അവളെ വിളിച്ചു. അവൾ കപ്പെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. റാം അവളെ ഒന്ന് അടിമുടി നോക്കി. എന്നിട്ട് കപ്പ് വാങ്ങി കോഫി ഒന്ന് സിപ്പ് ചെയ്തു. അയ്യേ, നീ എന്താ ഷുഗർ ഇടാതെയാണോ കോഫി ഉണ്ടാക്കിയത്? ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി. കാരണം താനും ഈ കോഫി തന്നെയാണല്ലോ നേരത്തെ കുടിച്ചത് എന്ന് ഓർത്തുപോയി അവൾ. അവളുടെ മുഖം കണ്ട് അവൻ ചിരി വന്നെങ്കിലും ചിരി പുറത്തു കാണിക്കാതെ അവൻ ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി നിന്നു. ഞാൻ ഇട്ടിരുന്നല്ലോ, ഇതിൻ്റെ ബാക്കി കോഫി തന്നെയാണ് ഞാനും കുടിച്ചത്, പ്രിയ വിക്കി പറഞ്ഞു. എന്നാൽ പൊന്നുമോള് തന്നെ ഇത് കുടിച്ചു നോക്ക്. അതും പറഞ്ഞവൻ അവളുടെ കയ്യിലേക്ക് കപ്പ് കൊടുത്തു. അവൻ്റെ ചെയ്തികൾ കണ്ട് പ്രിയ കപ്പിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി നോക്കി. എൻ്റെ മുഖത്തേക്ക് നോക്കാതെ കുടിക്കടി, റാം ഉച്ചത്തിൽ പറഞ്ഞതും പ്രിയ കുടിക്കാതെ തന്നെ നിന്നു. അത് കണ്ട് റാമിന് വീണ്ടും ദേഷ്യം വന്നു. ഡി മോളെ, അത് കുടിച്ചു നോക്ക്, മധുരം ഉണ്ടോ എന്ന്. റാമിൻ്റെ ഉള്ളിൽ ചിരിയുണ്ടെങ്കിലും അവൻ പരമാവധി കലിപ്പിൽ തന്നെ പറഞ്ഞു. ഇനി കുടിച്ചില്ലെങ്കിൽ എന്നെ എടുത്ത് എറിയുമെന്നറിയാവുന്നത് കൊണ്ട് അവളൊന്ന് സിപ്പ് ചെയ്തു. എന്നിട്ട് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ പുരികം പൊക്കിയും താഴ്ത്തിയും അവളെ നോക്കി ചോദിച്ചു. അതുകൂടെ കണ്ടതും പ്രിയ അവനോട് ദേഷ്യപ്പെട്ടു. തനിക്കെന്താടോ, ഭ്രാന്തായോ? ഈ കോഫിയിൽ ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്ന് തനിക്ക് മനസ്സിലായില്ലേ? പ്രിയ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ്റെ ചുണ്ടിലപ്പോൾ കുസൃതി ചിരി വിരിഞ്ഞു. ആരെയും മയക്കുന്ന വശ്യമായ ചിരി. അതിൽ താൻ ലയിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ പ്രിയ അവനിൽ നിന്നും നോട്ടം മാറ്റി. ഓ, മധുരം ഉണ്ടായിരുന്നോ? നോക്കട്ടെ. അതും പറഞ്ഞ് റാം അവളിൽ നിന്നും കപ്പ് വാങ്ങി ഒന്ന് കുടിച്ചു. ആഹാ, അടിപൊളി. എന്താ മധുരം, തേൻ കുടിക്കുന്നത് പോലെ. അവളുടെ ചുണ്ടിലേക്ക് നോക്കിയാണ് റാം അത് പറഞ്ഞത്. അവൻ്റെ നോട്ടം തൻ്റെ ചുണ്ടിലാണെന്നറിഞ്ഞതും പ്രിയയുടെ മനസ്സിൽ വെള്ളിടി വെട്ടി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും താഴെ കിടന്ന് മാറ്റ് ചവിട്ടി താഴേക്ക് വീണു. റാം കപ്പ് അവിടെ വെച്ച് അവളെ പിടിക്കാൻ കൈനീട്ടിയതും അവൻ്റെ കൈ പിടിച്ച് അവനെയും കൊണ്ടാണ് അവൾ വീണത്. വീഴുന്ന വീഴ്ചയിൽ അതരങ്ങൾ മെല്ലെ ഉരസി. അതറിഞ്ഞ് 2 പേരുടെയും ശരീരം ഒന്ന് വിറച്ചു. അവളുടെ മുകളിലാണ് റാം കിടക്കുന്നത്. അവളാണെങ്കിൽ ഇരു കണ്ണും പൂട്ടിയാണ് കിടപ്പ്. അവളുടെ മാറിടങ്ങൾ ഉയർന്നു താഴുന്നതും റാം ഒരു കൗതുകത്തോടെ നോക്കി നിന്നു. അവിടെ ഒന്നമരാൻ അവൻ്റെ ഹൃദയം വല്ലാതെ കൊതിച്ചുപോയി. റാം അവൻ്റെ ഇരുകൈയും അവളുടെ ഇരു സൈഡിലും കുത്തി അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ അവളിലേക്കൊന്നമർന്നു. അവളുടെ ശരീരത്തിൻ്റെ മൃദുലത അവൻ്റെ ഉള്ളിലെ വികാരത്തെ ചൂട് പിടിപ്പിക്കാൻ കഴിവുള്ളതായിരുന്നു. പ്രിയ ആണെങ്കിൽ പെട്ട അവസ്ഥയിൽ കിടക്കുമായിരുന്നു. അവളുടെ മാറിലേക്ക് അവൻ്റെ ശരീരമൊന്ന് അമർന്നതും അവൾ പോലും അറിയാതെ അവളൊന്ന് ഉയർന്നു പൊങ്ങി. അവൾക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിലും അവളുടെ ശരീരം അവനിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അവൻ്റെ വിയർപ്പിൻ്റെയും പെർഫ്യൂമിൻ്റെയും സമ്മിശ്രഗന്ധം അവളുടെ നാസികയിലേക്ക് തുളഞ്ഞു കയറി. എന്തോ അവൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ആസ്വദിക്കുന്ന ഇവൻ്റെ ഈ ഗന്ധമാണ് എന്ന് വരെ അവൾ ചിന്തിച്ചു പോയിരുന്നു. റാമാണെങ്കിൽ അവളുടെ ഓരോ ചെയ്തികൾ ആസ്വദിക്കുകയാണ്. വിറയ്ക്കുന്ന ചുണ്ടുകൾ, മേൽചുണ്ടിനു മേലെ വിയർപ്പ് കണങ്ങൾ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുവാണെങ്കിലും അവളുടെ കൃഷ്ണമണികൾ നാലുപാട് പായുന്നത് അവന് കാണാൻ സാധിച്ചു.
അവൾക്ക് തന്നിൽ തോന്നുന്ന വികാരം എന്താണെന്ന് അവനക്ക് മനസ്സിലായില്ല എങ്കിലും ഈ സമയം തൻ്റെ സാമീപ്യം അവളും ആസ്വദിക്കുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. അങ്ങനെ ഓർത്തതും അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. റാം അതേ പുഞ്ചിരിയോടെ അവളുടെ കണ്ണിലേക്കൊന്ന് ഊതി. അവൻ്റെ ചുടുനിശ്വാസം അവളിൽ തട്ടിയതും അവളൊന്ന് പിടഞ്ഞുപോയി. വീണ്ടും റാം അത് തന്നെ ആവർത്തിച്ചു. താൻ കണ്ണു തുറക്കാനാണ് അവനിങ്ങനെ ചെയ്യുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പതിയെ കണ്ണു തുറന്നു. അപ്പോൾ അവൾ കണ്ടത് തന്നെ പ്രണയത്തോടെ നോക്കുന്ന 2 കാപ്പി കണ്ണുകളാണ്. അവൾ എപ്പോഴും സ്വപ്നത്തിൽ കാണാറുള്ള കണ്ണുകൾ. അവളും ആ മായിക ലോകത്ത് അകപ്പെട്ടു പോയിരുന്നു. റാം അവളുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കി. അവനെന്തൊക്കെയോ വേണമെന്ന് തോന്നി തുടങ്ങിയിരുന്നു. എത്രയോ പെണ്ണുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ആരോടും ഇങ്ങനെയൊന്നും തനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ഇവളിൽ താനെല്ലാം മറന്നു പോകുന്നു. ഇവൾ തൻ്റെയാണെന്ന് ആരോ വന്ന് പറയുന്നത് പോലെ ഒരു ഫീല്. എന്ത് മാന്ത്രികതയാണ് പെണ്ണെ നിനക്കുള്ളത്. നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോകുന്നു. നിന്റെ കണ്ണുനീര് എൻ്റെ ദേഷ്യം കൂട്ടുന്നു. നിന്റെ പുഞ്ചിരി എൻ്റെ ദേഷ്യം കുറയ്ക്കുന്നു. നിന്റെ വേദന എന്നെയും വേദനിപ്പിക്കുന്നു. ഇതിനു മാത്രം നീ എനിക്ക് ആരാണ് പെണ്ണെ? അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി അവൻ സ്വയം ചോദിച്ചു. പക്ഷേ ആ സമയം അവന് ഉത്തരം കിട്ടിയില്ല. അവൻ മെല്ലെ അവളെ താഴെ കിടത്തി തന്നെ പുഷപ്പ് ചെയ്യാൻ തുടങ്ങി. അത് അവളിൽ ഞെട്ടലുളവാക്കി. റാം താഴേക്ക് വരുമ്പോൾ അവളുടെ മാറിലേക്ക് നന്നായി അവൻ്റെ നെഞ്ചമർത്തുന്നുണ്ട്. അവളുടെ മാറിൻ്റെ മൃദുലത ആസ്വദിച്ചവൻ വീണ്ടും സ്പീഡിൽ ചെയ്യാൻ തുടങ്ങി. പ്രിയ ആണെങ്കിൽ അവനിൽ നിന്ന് അകന്നു മാറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കുന്നില്ല. അവളുടെ വെപ്രാളം ആസ്വദിച്ച് റാം ഒന്നുകൂടെ ഉയർന്നു താഴ്ന്ന് അവളുടെ ആദരങ്ങളെ അവൻ്റെ നാവിനാലൊന്ന് തഴുകി. അതവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ ശരീരത്തിലൂടെ കരണ്ട് പാസ് ചെയ്ത പോലെ തോന്നി അവൾക്ക്. റാമിനാണെങ്കിൽ ആ സമയം അവൻ്റെ വികാരം ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നി. റാം അവളുടെ ആദരം ലക്ഷ്യവെച്ച് ഒന്ന് താഴ്ന്നതും പ്രിയ സർവ്വശക്തിയും എടുത്ത് അവനെ പിടിച്ചു തള്ളിയതും ഒരുമിച്ചായിരുന്നു. അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം അവൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് അവൻ മലർന്ന് അപ്പുറത്തേക്ക് വീണിരുന്നു. ആ ഗ്യാപ്പിൽ പ്രിയ എണീറ്റ് നിന്ന് അത് കണ്ട് റാമും എണീറ്റു. പക്ഷേ അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ തിരിഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, താൻ എന്താണോ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്? ഞാനൊരു വൃത്തികെട്ട പെണ്ണാണെന്നോ, അതോ നിന്റെ കൂടെ കിടക്കാൻ മുട്ടി നിൽക്കുവാണെന്നോ? തൻ്റെ വെപ്പാട്ടിയായി പ്രിയ ദേഷ്യത്തോടെ അവനെ നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അത്രയും നേരം പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന റാം അവളുടെ വാക്കുകളിൽ തറഞ്ഞു നിന്നു. ചുണ്ടിലെ പുഞ്ചിരി മാഞ്ഞ് അവളുടെ ദേഷ്യം നിറഞ്ഞു. ആരെയും ചുട്ടിരിക്കാൻ പാകം അവൻ്റെ കണ്ണുകൾ ചുവന്നു വന്നു. അവൻ്റെ അപ്പോഴത്തെ ഭാവം കണ്ട് അവൾക്ക് തന്നെ പേടിയായി തുടങ്ങിയിരുന്നു. പറയേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം അവൾ ചിന്തിച്ചു പോയി. റാം ദേഷ്യത്തോടെ പ്രിയയ്ക്ക് അരികിലേക്ക് പാഞ്ഞു വന്ന് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. ഡി പുല്ല്, നീ എന്താടി പന്ന മോളെ ഇപ്പൊ പറഞ്ഞത്? വെപ്പാട്ടിയോ? അങ്ങനെ തോന്നിയോ നിനക്ക്? എൻ്റെ കണ്ണിൽ നിന്ന് നിനക്ക് വെറും കാമമാണോ കാണാൻ കഴിഞ്ഞത്? വേറെ ഒന്നും നീ കണ്ടില്ലടി? അതോ കാണാത്തതുപോലെ അഭിനയിക്കുവാണോ? പറയടി, എൻ്റെ കണ്ണിലേക്ക് നോക്കി പറ. എൻ്റെ കണ്ണിൽ കാമം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ. റാം അലറുകയായിരുന്നു ആ നിമിഷം. പ്രിയക്കാണെങ്കിൽ അവൻ്റെ പിടുത്തത്തിൽ നന്നായി വേദനിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. എന്നിട്ടും റാമിൻ്റെ ദേഷ്യം മാറിയിരുന്നില്ല. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? നീയും ആസ്വദിക്കുന്നത് കൊണ്ടല്ലേ ഞാൻ വീണ്ടും നിന്റെ മുന്നിൽ തോറ്റു പോകുന്നത്? നിന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം കണ്ടതുകൊണ്ടല്ലേ നിന്നെ ഞാൻ ചുംബിക്കാൻ ആഗ്രഹിക്കുന്നത്? നിനക്ക് എൻ്റെ മുന്നിൽ നിന്ന് പൊയ്ക്കൂടായിരുന്നോ? എൻ്റെ കൂടെ എന്തിനാ നീ നിൽക്കുന്നത്? എന്നെ വെറും പെണ്ണ് പിടിയാനായിട്ടാണോ നീ കണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ റാമിന് എത്രയോ പെണ്ണിനെ കിട്ടിയേനെ. എത്ര പേരാണ് എൻ്റെ പുറകെ നിന്ന് വന്നിരുന്നതെന്ന് അറിയുമോ നിനക്ക്? പക്ഷേ നിന്റെ മുന്നിൽ മാത്രമാണ് പുല്ല് എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്നത്. എന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തത്. നിന്റെ മുന്നിൽ ഞാൻ തോറ്റു പോകുന്നത്. നിന്നെ പോലൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു നീ. എന്നിട്ട് അത് മനസ്സിലാക്കാതെ അവൾ പറഞ്ഞ വാക്ക് വെപ്പാട്ടി പോലും. ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും വല്ലത് നിന്നെക്കുറിച്ച് നീ എന്തെങ്കിലും പറഞ്ഞ പച്ചക്ക് കത്തിക്കും പുല്ലേ, ഓർത്തോ നീ? അത് പറഞ്ഞൊരൊറ്റ തള്ളായിരുന്നു അവളെ. പ്രിയ വീഴാൻ പോയെങ്കിലും അവൾ ബാലൻസ് ചെയ്ത് നിന്നു. പ്രിയയ്ക്ക് അവളുടെ കവൾ പറഞ്ഞു പോകുന്നത് പോലെ വേദന ഫീൽ ചെയ്തു. റാം അവളെ ഒന്ന് കലിപ്പിൽ നോക്കി അവിടെ നിന്ന് പോവാൻ തുടങ്ങി. പിന്നെ എന്തോ ഓർത്ത് തിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു. അവൻ വീണ്ടും വരുന്നത് കണ്ടതും പ്രിയ പേടിച്ച് പുറകിലേക്ക് ചുവടുകൾ വെച്ചു. റാമിൻ്റെ കണ്ണിൽ അപ്പോഴും ദേഷ്യം തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത്. അവളുടെ തൊട്ടരികിലെത്തിയതും അവളെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, നിനക്കിന്ന് ഞാൻ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് വേണ്ടേ നിനക്ക്? അവളുടെ ചെവിയിൽ ആർദ്രമായി അവൻ പറഞ്ഞു. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇത്ര പെട്ടെന്ന് സ്വഭാവം മാറിയോ എന്ന് ചിന്തിച്ചു പോയി പ്രിയ.
നീ ഒരിക്കലും മറക്കാത്ത ഒരു സമ്മാനമാണ് ഞാൻ നിനക്ക് തരുന്നത്. ഇപ്പം നീ പറഞ്ഞില്ലേ നിന്നെ ഞാൻ ഏതർത്ഥത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അതും പറഞ്ഞ് അവൻ്റെ തള്ളവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് പനിനീർ പോലുള്ള അതരങ്ങളെ അവനൊന്ന് ഞെരടി. അങ്ങനെ ഒരു പ്രവൃത്തി പ്രിയ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവളുടെ മുഖത്തിൽ നിന്ന് തന്നെ റാമിന് മനസ്സിലായി. ഇതിനൊക്കെയുള്ള ഉത്തരമാണ് നിനക്ക് ഞാൻ തരുന്ന പ്രീഷ്യസ് ആയിട്ടുള്ള സർപ്രൈസ്. അപ്പോൾ പൊന്നുമോള് അത് വാങ്ങാൻ റെഡിയായി വാ. നിനക്കുള്ള ഡ്രസ്സ് എൻ്റെ റൂമിൽ ഷെൽഫിലുണ്ട്. അതിട്ട് വേണം നീ ആ ഗിഫ്റ്റ് സ്വീകരിക്കാൻ. ഓക്കെ? അതും പറഞ്ഞവനൊരു കണ്ണിറുക്കി അവളുടെ കവിളിലൊന്ന് തട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പ്രിയക്കാണെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ തറഞ്ഞു നിൽക്കുവാണ് അവൾ. റാം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് മറഞ്ഞു നിന്ന് അവളെ ഒന്ന് നോക്കി. പെണ്ണുണ്ടാകെ കിളിപോയി നിൽക്കുന്നു. അവളുടെ നിൽപ്പ് കണ്ട് അവന് ചിരി വന്നു. ഡി, നീ പോയി ഡ്രസ്സ് മാറുന്നോ അതോ ഞാൻ പൊക്കിക്കൊണ്ടുപോയി ഞാൻ മാറ്റണോ? സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് പ്രിയ അവിടെ നിന്നും ഓടി അവൻ്റെ റൂമിലേക്ക് കയറി. കാരണം ചെക്കന് ബോധമില്ലാതെ ചിലപ്പോൾ പറഞ്ഞതുപോലെ ചെയ്തു എന്ന് വരും. അതവൾക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ റൂമിൽ വന്ന് അവൾ ഷെൽഫ് തുറന്നു നോക്കി. അപ്പോഴുണ്ട് ഒരു കവറ്. അതായിരിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. അത് അവളെടുത്ത് തുറന്നു നോക്കി. അത് കണ്ട് അത്ഭുതത്തോടെ അത് നിവർത്തി. സെറ്റ് സാരിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താ കാലൻ സെറ്റ് സാരിയൊക്കെ വെച്ചേക്കുന്നത്? ഇയാൾക്കെന്താ കലിപ്പ് മൂത്ത് ഭ്രാന്തായതാണോ? ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയി. പിന്നെ എന്തും വരട്ടെ എന്ന് കരുതി ഫ്രഷ് ആവാനായി പോയി. അപ്പോഴേക്കും റാം താഴെ നിന്ന് ഫ്രഷായി. അവൻ്റെ ഡ്രസ്സ് മുകളിൽ വന്നെടുത്ത് ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേട്ടപ്പോൾ അവൾ കുളിക്കുകയാണെന്ന് മനസ്സിലായിരുന്നു റാമിന്. അവൻ പുഞ്ചിരിയോടെ അവൻ്റെ ഡ്രസ്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. റാം ഡ്രസ്സൊക്കെ മാറ്റി താഴെ വന്ന് സോഫയിലിരുന്ന് സിദ്ധുവിനെ വിളിച്ച് 3 പേരോടും അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു. അവരോടും കാര്യം എന്താണെന്ന് അവൻ പറഞ്ഞില്ല. താൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എല്ലാവരിലും ഞെട്ടലുണ്ടാക്കുമെന്ന് അവൻക്കുറപ്പായിരുന്നു. ഇതേ സമയം പ്രിയ സാരി എങ്ങനെയൊക്കെയോ ചുറ്റിയൊന്ന് കണ്ണാടിയിൽ നോക്കി. ഭംഗിയുണ്ട് എന്ന് അവൾ സ്വയം പറഞ്ഞ് സമാധാനിച്ചു. മുടി കുളിർപ്പിന്നൽ കെട്ടി, കണ്ണിൽ കൺമിഷി എഴുതി, കയ്യിൽ 2 വളയുമിട്ട് ഒരു ചെറിയ പൊട്ടുമിട്ടു. ഇതെല്ലാം റാം കൊണ്ടുവന്ന കവറിൽ തന്നെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിലൊന്നൊരുങ്ങി അവൾ കണ്ണാടിയിലൊന്ന് നോക്കി പുഞ്ചിരിച്ചു. തനിക്ക് കാത്തുവെച്ചത് എന്താണ് എന്നറിയാതെ അവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. പ്രിയ ഇറങ്ങി ചെല്ലുമ്പോൾ റാം ഫോണിൽ തോണ്ടിയിരിക്കുവാണ്. അവൾ അവനെ ഒന്ന് നോക്കി. ആ സമയം തന്നെ അവനും തല ഉയർത്തി നോക്കിയത്. എന്നാൽ അവളെ കണ്ട റാമിൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. അത്രയും ഭംഗിയായിരുന്നു സാരിയിൽ അവളെ കാണാനെന്ന് റാം ഓർത്തു. അവൾ താഴെ എത്തിയിട്ടും അവൻ്റെ നോട്ടം അവളിൽ തന്നെയായിരുന്നു. ഡോ! പെട്ടെന്ന് അവൾ കൈവീശിക്കൊണ്ട് വിളിച്ചപ്പോഴാണ് റാം ബോധത്തിലേക്ക് വന്നത്. അവളുടെ മുന്നിൽ ചമ്മിയെങ്കിലും അത് മറച്ചു വെച്ചവൻ ഗൗരവത്തോടെ അവളെ നോക്കി പറഞ്ഞു, വാടി. കലിപ്പിൽ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്കിറങ്ങി. അവൾ അവൻ്റെ പുറകെയും ഇറങ്ങിയിരുന്നു. റാം വാതിൽ പൂട്ടി പോർച്ചിൽ നിന്നും കാറെടുത്തു. പ്രിയ ബാക്കിൽ കയറാൻ നിന്നതും അവൻ്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ട് മുന്നിലെ ഡോറ് തുറന്ന് കയറി. അല്ലെങ്കിൽ ചെക്കൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്ക് നല്ലോണം അറിയാമായിരുന്നു. റാം നേരെ അമ്പലത്തിലേക്കാണ് വിട്ടത്. അവിടെ എത്തി അവൻ കാറിൽ നിന്നിറങ്ങി. പ്രിയ കുറച്ചു നേരം ഒന്ന് ചിന്തിച്ചു. എൻ്റെ ഈശ്വര, ഈ കാരൻ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് ആലോചിച്ച് നിന്നപ്പോഴുണ്ട് കിച്ചു വന്ന് ഡോറ് തുറക്കുന്നു. അവൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവനോടൊന്ന് പുഞ്ചിരിച്ച് കാറിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും മഹിയും സിദ്ധുവും അവരുടെ അരികിലേക്ക് വന്ന് അവളോടൊന്ന് ചിരിച്ചു. അല്ലട റാം, എന്താ ഇവിടെ? സിദ്ധുവാണത് ചോദിച്ചത്. അപ്പോൾ പ്രിയയ്ക്ക് മനസ്സിലായി അവർക്കും അറിയില്ല എന്ന്. അത് എന്താണെന്ന് നിങ്ങൾക്ക് നേരിൽ കാണാലോ. നിങ്ങൾ വാ, അകത്തേക്ക് കയറാം. അതും പറഞ്ഞ് റാം അമ്പലത്തിലേക്ക് കയറി. അവൻ്റെ പുറകെ മറ്റുള്ളവരും. എല്ലാവരും ഒരു നിമിഷം ഭഗവാന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രിയ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാരണം അത്രത്തോളം പ്രയാസമുണ്ട് അവൾക്ക് പ്രാർത്ഥിക്കാൻ. അവൾ കണ്ണടച്ച് ഇത്രയും ദിവസത്തെ സങ്കടങ്ങളെല്ലാം ഈശ്വരനോട് പരാതി പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പൂജാരി ഒരു താലി പൂജിച്ചു കൊണ്ടുവന്ന് റാമിൻ്റെ കയ്യിൽ കൊടുത്തത്. അവനിതെല്ലാം നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ മറ്റു 3 പേരും താലി കണ്ട് ഞെട്ടി നിൽക്കുവാണ്. ഡാ റാം, നീ എന്ത് കരുതിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മഹി അവൻ്റെ സംശയം പതിയെ ചോദിച്ചു. അതിനൊരു പുഞ്ചിരി മാത്രമായിരുന്നു അവൻ്റെ മറുപടി. അവൻ ആ താലിയെടുത്തൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് പ്രിയയുടെ കഴുത്തിലേക്ക് നീട്ടി. എന്നാൽ ആ സമയം അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇനിയുള്ള തൻ്റെ മുന്നോട്ടുള്ള ജീവിതം എന്താണ് എന്ന് എനിക്കറിയില്ല. സന്തോഷം തരണേ ഭഗവാനെ. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും എനിക്ക് നല്ലത് വരുത്തണേ. എനിക്ക് ആരും തുണയില്ല, എന്നെ നീ തന്നെ കാത്തോളണേ ഈശ്വര. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ കഴുത്തിൽ എന്തോ ഇഴയുന്നത് പോലെ അവൾക്ക് തോന്നിയത്. അതുപോലെ തനിക്ക് പരിചിതമായ ചുടുനിശ്വാസം ചെവിയിൽ തട്ടിയതും ഒരുമിച്ചായിരുന്നു. അവൾ പതിയെ കണ്ണു തുറന്ന് കഴുത്തിലേക്ക് നോക്കി.
കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരടും അതിലെ താലിയും കണ്ട് അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നു. ശ്വാസം പോലും എടുക്കാൻ അവൾ ആ നിമിഷം മറന്നുപോയിരുന്നു. എന്താണ് ഈശ്വര ഇത്? ഇനി സിന്ദൂരം തൊട്ടുകൊടുത്തോളൂ. പൂജാരിയുടെ വാക്കുകളാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. അവൾ ദേഷ്യത്തോടെ മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി. അവനിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവൾക്ക് കാണാൻ സാധിച്ചത്. അവൻ അവളുടെ നെറുകയിൽ സിന്ദൂരം തൊട്ടുകൊടുത്തു. പ്രിയയുടെ കണ്ണ് നിറഞ്ഞിരുന്നു ആ സമയം. റാം അത് ശ്രദ്ധിക്കാതെ ബാക്കി ചടങ്ങുകൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് 2 ജോഡി കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നിരുന്നു. അത് അവരാരും കണ്ടിരുന്നില്ല.